സൺഡേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇത്. എങ്ങനെ അപ്പോഴേ ഒരു സ്പെഷ്യൽ മുട്ടക്കറി ആയാലോ? പാനിൽ എണ്ണ ഒഴിച്ച് സ്പൈസസ് ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുതിർക്കാൻ വെച്ചേക്കുന്ന കശുവണ്ടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇന്ന് ഞാൻ മുട്ട പുഴുങ്ങാൻ പോകുന്നത് ഈ ഒരു സൂത്രം വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ട്രൂ ടർട്ടിലിന്റെ 4-in-1 എഗ് ബോയിലർ. ഇതിനകത്ത് ഒരേ സമയം നമുക്ക് 14 മുട്ട വരെ 2 ലെയറായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ട് റീഹീറ്റിംഗ് ഓപ്ഷന് വേണ്ടിയിട്ട് ഒരു ബൗളും ഉണ്ട്, പിന്നെ ഒരു മെഷറിംഗ് കപ്പും വരുന്നുണ്ട്. സോഫ്റ്റ് ബോയിൽഡ്, മീഡിയം ബോയിൽഡ്, ഹാർഡ് ബോയിൽഡ്, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ചെറിയൊരു ബട്ടൺ പ്രസ്സിലൂടെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. മുട്ടയുടെ എണ്ണവും പുഴുങ്ങേണ്ട രീതിയും അനുസരിച്ച് എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇതിന്റെ മാനുവലിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമ്മുടെ ഉള്ളിലോട്ട് ആവശ്യത്തിലുള്ള മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ പുഴുങ്ങാൻ വെച്ച മുട്ട നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. മാക്സിമം പൊട്ടിയ മുട്ടകൾ ഇതിനകത്ത് വെക്കാതിരിക്കുക. പിന്നെ ഇതിന്റെ ക്ലീനിങ്ങും വളരെ ഈസിയാണ്. ബേസ് ഭാഗം ചെറുതായിട്ടൊരു തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി മുട്ട വെക്കുന്ന ലെയറൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ വാഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ട്രൂ ടർട്ടിലിന്റെ ഈ ഒരു എഗ് ബോയിലർ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ വീഡിയോയുടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ. അതുപോലെ ദേവിക 25 എന്നുള്ള എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 25% ഓഫും കിട്ടുന്നതായിരിക്കും. ഇനി ആ സവാളയുടെ കൂട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ നരച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് 1 സ്പൂൺ ബട്ടറിനകത്തോട്ട് ലേശം മഞ്ഞപ്പൊടി, മുളകുപൊടി ഇട്ട് പുഴുങ്ങി രണ്ടായിട്ട് കീറി വെച്ചേക്കുന്ന മുട്ട ഇട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കണം. പിന്നെ വേറൊരു പാനിൽ നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചേക്കുന്ന ഉള്ളിയുടെ മിക്സും പൊരിച്ച മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ലേശം കസൂരി മെത്തിയും ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ മുട്ടക്കറി റെഡി. ഇനി നല്ല ചൂടപ്പോട്ട് പിടിപിടിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.